SSC കുട്ടികളെ ഞെട്ടിക്കുന്ന രീതിയിലാണ് നമ്മളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതായത് നമ്മളുടെ പാസിംഗ് ക്രൈറ്റീരിയ മാറിയിരിക്കുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെ കഴിഞ്ഞൊരു ഇയർ വരെ നിങ്ങളുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര മാർക്കിലായിരുന്നു ഉണ്ടായിരുന്നത്, അതിന്റെ 33% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവായിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പൊ മാത്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് എന്ന് പറയുന്നത് തിയറി പേപ്പർ നിങ്ങൾക്ക് എഴുതാനുണ്ടാവുക എന്ന് പറയുന്നത് ഒരു 80 മാർക്കിനായിരുന്നു തിയറി പേപ്പർ നിങ്ങൾ എഴുതിയെടുക്കേണ്ടതുണ്ടായിരുന്നത്. ഇനി ഇന്റേണൽ മാർക്സ് ആയിരുന്നു നിങ്ങൾക്ക് എന്തുണ്ടാവുക, 20 മാർക്സ് ഉണ്ടാവുക. അപ്പൊ ഈ 80+20 നിങ്ങൾക്ക് 100ലാണ് ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു 100 എന്ന് പറയുന്നത് 33% മുകളിൽ കിട്ടിയാൽ നിങ്ങൾ എന്തായാലും പാസ് ആവുന്ന ഇവർ പറയല്. അതായത് ഒരു 34 മാർക്ക് മതി നിങ്ങൾക്ക് പാസ് ആവാനും. 33ന്റെ മുകളിൽ ഒരു 34 മാർക്ക് മതി പാസ് ആവാനും. അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഇന്റേണൽ മാർക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസ് നോക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ബിഹേവിയർ നോക്കും, അതുപോലെ ക്ലാസ് ടെസ്റ്റിന്റെ മാർക്ക്, ഇത് മൂന്നും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് ഇടാറ്. അപ്പൊ ഇന്റേണൽ മാർക്ക് എത്ര നിങ്ങൾ പഠിക്കാത്ത കുട്ടിയാണെങ്കിലും എത്ര നിങ്ങൾ ക്ലാസ്സിൽ കളിച്ച് നടക്കുന്ന കുട്ടിയാണെങ്കിലും എന്തായാലും നിങ്ങൾക്ക് ഒരു 19 or 18 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഇന്റേണൽ മാർക്കായിട്ട് ഇവർ തരാറുണ്ട്. സ്കൂളിൽ നിന്ന് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇനി ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഈ ഒരു 34ൽ നിന്നും 18 പോയി കഴിഞ്ഞാൽ ബാക്കി മാർക്ക് മതി നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഈ ഒരു പാസ് ആവാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 20യും 2ഉം 14 എന്ന് പറയുമ്പോൾ ഒരു 16 മാർക്ക് മാത്രം സ്കോർ ചെയ്താൽ മതി. നിങ്ങൾ തിയറി പേപ്പറിൽ ഒരു 16 മാർക്ക് മാത്രം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവുമായിരുന്നു. 16 മാർക്കിന് നിങ്ങൾ എഴുതിയാൽ മതി. 80 മാർക്കിൽ 16 മാർക്കിന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും പാസ്സായി. ഇതായിരുന്നു ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞു, ഇത് നിങ്ങൾ കഴിഞ്ഞു. ഈ ഒരു നിങ്ങൾ ഇതുവരെ നിങ്ങൾ സുഖിച്ച് നടന്നതൊക്കെ നിങ്ങളുടെ കഴിഞ്ഞു. അതായത് നിങ്ങളുടെ പാസിംഗ് ക്രൈറ്റീരിയ മാറ്റിയിരിക്കുകയാണ്. നിങ്ങളുടെ ഇതിൽ രണ്ടിലും, അതായത് ഇന്റേണൽ പേപ്പറിലും നിങ്ങൾക്ക് 33% മാർക്ക് സ്കോർ ചെയ്യണം, അതുപോലെ തിയറി പേപ്പറിലും 33% മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടി വരാണ്. അപ്പൊ ഇത്രയും മാർക്ക് സ്കോർ ചെയ്താൽ, അതായത് 80ലെയും 33%, അതുപോലെ തന്നെ 20ലെയും 33% സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ ജയിക്കുള്ളൂ. അതായത് നിങ്ങളുടെ തിയറി പേപ്പറിലാണെങ്കിൽ 27 മാർക്കെങ്കിലും, അല്ലെങ്കിൽ ഇന്റേണൽ പേപ്പറിലാണെങ്കിൽ 7 മാർക്കും, ഇത്രയാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ 16 നിങ്ങൾ നേരെ പോയത് 27 മാർക്കിലേക്ക്. ഇത്രയും കാലം 16 മാർക്കിൽ ജയിച്ചിരുന്ന ഒരു കുട്ടി ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പാസ് ആവാനുള്ള മാർക്ക് എന്ന് പറയുന്നത് 27 മാർക്കാണ്. ഇത് വലിയൊരു ചതി തന്നെയാണ്. പക്ഷേ മക്കളെ, ഇപ്പോഴെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു മാർക്ക് ഇതുവരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇത് പാസിംഗ് ക്രൈറ്റീരിയ മാത്രമല്ല മാറ്റിയത്, നിങ്ങളുടെ എക്സാം പാറ്റേണും മാറ്റിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും, അതുപോലെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ, നിങ്ങളുടെ നോളജ് മെഷർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളുടെ എക്സാം പാറ്റേണിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ച ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് കാണാതെ പഠിച്ചു പോയാലും ഒരു കുട്ടിക്കും എന്താ ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റലുണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഈ സ്കൂളിൽ പഠിപ്പിച്ച ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല നിങ്ങളുടെ എക്സാമിന് വരുന്നത്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, നിങ്ങളുടെ നോളജ് മെഷർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇനിയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും. അപ്പൊ ഇപ്പം തന്നെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ മക്കളെ പണി പാളും. സോ ഇതുവരെ പഠിക്കേണ്ട മക്കളെ, കുറച്ച് ചെറിയൊരു മാർക്ക് കിട്ടിയാൽ പാസ്സാവുമെന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സില്ലേ, ആ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആൻഡ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ പവർ ബാച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം ചേരുന്ന 500 കുട്ടികൾക്ക് ഞങ്ങളുടെ പവർ ബാച്ചിന് വരുന്നത് 8,999 റുപ്പീസാണ് പവർ ബാച്ചിന് വരുന്നത്. ഈ ഒരു പവർ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ ഷെഡ്യൂളായിട്ട് എന്ത് ചെയ്യും, ക്ലാസ്സുകൾ തരും കറക്റ്റായിട്ട്. അത് മാത്രം കണ്ടാൽ മതി. അത് മാത്രം കണ്ട് കറക്റ്റ് ലൈവ് ക്ലാസ്സും എക്സാംസും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി പല കുട്ടികൾക്കും എല്ലാ സബ്ജക്റ്റും ഒന്നും വേണ്ട മിസ്സേ, മാത്സ് മാത്രം മതി എന്ന് പറയുന്ന കുട്ടികളുണ്ട്. മാത്സ് മാത്രം മതി എന്ന് പറയുന്ന കുട്ടികൾക്കാണെങ്കിൽ ഞങ്ങൾ മാത്സ് പ്രോ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് മാത്സ് പ്രോ ബാച്ചിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ പഠിക്കുന്നത്, നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് മാത്സ് മെന്ററും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഗ്രോത്ത് നോക്കാനും, നിങ്ങളുടെ എക്സാമിന്റെ മാർക്സ് നോക്കാനും ഒക്കെ ആയിട്ട് നിങ്ങളെ ഡെയിലി അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ എന്തുണ്ടാവും, ഒരു മാത്സ് മെന്ററും ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങളുടെ മാത്സ് ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കി അതിന്റെ ക്ലാസ്സസ് ആദ്യം തന്നിട്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, ചാപ്റ്റേഴ്സ് പഠിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു മാത്സ് പ്രോ ബാച്ചിന് ഇപ്പോൾ നമ്മൾ പറയുന്നത്
₹3499 ഈ ഒരു മാത്സ് പ്രോ ബാച്ചിന്റെ കോസ്റ്റ് വരുന്നത്. നിങ്ങൾ വെറുതെ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളും വാങ്ങിയിട്ട് നിങ്ങൾ വേസ്റ്റ് ആക്കുന്ന ആ ഒരു എമൗണ്ട് നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഈ ഒരു ബാച്ചിൽ വരാൻ, മാത്സ് പഠിക്കണം, മാത്സ് നിങ്ങൾക്ക് ഒന്ന് സെറ്റ് ആക്കണം നിങ്ങൾക്ക് തോന്നി നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു കോഴ്സ് തന്നെ ആയിരിക്കും നമ്മളുടെ മാത്സ് പ്രോ ബാച്ച് എന്ന് പറയുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് എന്തായാലും ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞുതരും എന്താണ് നമ്മളുടെ മാത്സ് പ്രോ ബാച്ച് എന്നുള്ളത്. എന്നിട്ട് അത് ഓക്കെയാണ്, സെറ്റ് ആണെങ്കിൽ മാത്രം വന്നാൽ മതി. ഞാൻ ഗ്യാരണ്ടിയറാണ്, എന്തായാലും വന്നു കഴിഞ്ഞാൽ മാത്സിലൊരു പ്രോ ആയിട്ട് മാത്രമേ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ പോകുന്നുള്ളൂ.